ഇനി വരാൻ പോകുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്. അതിനു പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ എത്തി. നാം ഉത്തർപ്രദേശിൽ കണ്ട ഒരു കാഴ്ചയുണ്ടല്ലോ, ജാതിയുമായി ബന്ധപ്പെട്ട് ജാതിക്കളി കളിക്കുക, ജാതി ചോദിക്കുക. ആ പരിപാടി തന്നെ ബീഹാറിലും രാഹുൽ ഗാന്ധി നടപ്പിലാക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? രാഹുൽ ഗാന്ധി ജാതി കളിക്കുകയാണ്. ആ ജാതി കളിക്കുന്ന ആ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത് ഇല്ലാതാക്കി കഴിഞ്ഞു. നേരത്തെ തന്നെ അത് പ്രിയംപ്റ്റ് ചെയ്തു കേന്ദ്ര നേതൃത്വം. അതായത് ജാതി സെൻസസ് എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് കഴിഞ്ഞ 60 വർഷം ഭരിച്ചിട്ട് എടുക്കാത്ത ഒരു തീരുമാനമാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ VP സിംഗ് മന്ത്രിസഭയാണ്, കോൺഗ്രസിൻ്റെ മന്ത്രിസഭയല്ല, മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്ന റിപ്പോർട്ട് നടപ്പാക്കിയത്. അതുവരെ ഭരണത്ത് വെച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ്. അപ്പോൾ അവരുടെ ഈ പിന്നാക്ക അതുപോലെ തന്നെ ജാതികളോടുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു നയം എന്താണെന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായതാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി പറഞ്ഞു, ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ചിലവാക്കുന്ന ഓരോ 100 രൂപയിലും 1 പൈസ വീതമേ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെത്തുന്നുള്ളൂ. ബാക്കി 99 പൈസ ദല്ലാൾമാരുടെ പോക്കറ്റുകളിലേക്കാണ് പോകുന്നതെന്ന് തുറന്ന് സമ്മതിച്ചു. ഇന്നിപ്പോൾ നോക്കൂ, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത് ഒരൊറ്റ പൈസ പോലും പട്ടികജാതി വിഭാഗക്കാർക്ക് കിട്ടുന്നതിൽ ഒരൊറ്റ പൈസ പോലും പോവാതെ 100-ൽ 100 പൈസയും അവരുടെ കൈകളിലെത്തുന്നു. കാരണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് ഇപ്പോൾ പോകുന്നത്. വലിയൊരു വിപ്ലവമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരൊറ്റ ദളിതനെ കോൺഗ്രസിൻ്റെ ആയുഷ്കാല ഭരണത്തിൽ എപ്പോഴെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കൽ പോലും കൊണ്ടുവന്നിട്ടില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിലെ പാരമ്പര്യം ഉണ്ടായിരുന്ന, കോൺഗ്രസ് സംസ്കാരം ഉൾക്കൊണ്ട കഴിവുറ്റ നേതാവായിട്ടുള്ള ജഗ്ജീവൻ റാമിനെ ഒരു തവണയെങ്കിലും പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കാൻ ഇവർക്ക് കഴിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സീതാറാം കേസരി എന്ന് പറയുന്ന ദളിതനായിട്ടുള്ള ആൾക്കാർ ആദ്യമായിട്ട് AICCയുടെ പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ കെ സുധാകരനെ അപമാനിച്ച് പുറത്താക്കിയതുപോലെ തന്നെ സീതാറാം കേസരിയെ പുറത്താക്കിക്കൊണ്ട് വീണ്ടും സവർണ വർഗത്തിൻ്റെ കൈകളിലേക്ക് AICC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഓഫ് കോഴ്സ് മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രസിഡൻ്റായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാക്കിക്കൊണ്ട് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടുന്ന കിച്ചൺ ക്യാബിനറ്റാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പേരിന് മാത്രമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉള്ളത്. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് ബീഹാർ ഇത്തരം ജാതിക്കളികൾക്ക് പറ്റിയ മണ്ണാണെന്ന് രാഹുലിന് തോന്നിക്കാണുമോ? അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അവിടെ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് എന്തായാലും തടഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ? അതെ, പോലീസ് തടഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ പോലെ Z കാറ്റഗറിയിൽപ്പെട്ട പോലീസ് സംരക്ഷണം ആവശ്യമുള്ള ഒരാൾക്ക് പറ്റിയ സ്ഥലമല്ല ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ. അവിടെ കയറി ഓരോ വിദ്യാർത്ഥിയുടെയും മുറിയിൽ പോയി പരിശോധിക്കാൻ പറ്റില്ല. കാരണം വിദ്യാർത്ഥികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണത്. അതുകൊണ്ടാണ് ടൗൺ ഹാളിൽ നിങ്ങൾ പോയി യോഗം നടത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇതുപോലൊരു ദേശീയ നേതാവിന് പറ്റാത്ത ഒരു സ്ഥലമാണ് ദർഭംഗ അംബേദ്കർ ഹോസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ പറ്റിയ സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നടത്തേണ്ടതെന്ന് പറഞ്ഞത്. തീർച്ചയായും നിതീഷ് കുമാർ എന്ന് പറയുന്ന ആൾ കുർമി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഏറ്റവും പിന്നോക്കക്കാരുടെ താല്പര്യത്തിന് വേണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് ഈ വിവരദോഷിയായിട്ടുള്ള പയ്യൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്, തടയാമെങ്കിൽ തടഞ്ഞു നിതീഷ് കുമാറെ നരേന്ദ്രമോദി എന്ന് പറയുന്ന OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ രാഹുൽ ഗാന്ധിയെ പോലെ സവർണ ഹിന്ദുവിൽപ്പെട്ട ആളല്ല. സ്വന്തം പാർട്ടിക്ക് അധികാരത്തിലെത്തുമ്പോൾ ഈ ജാതിക്കാരെല്ലാം ചവിട്ടി പുറത്താക്കും. പക്ഷേ അധികാരത്തിലില്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടി കരയുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അതെ, അതിലേക്ക് പറഞ്ഞു വരാം. അതുപോലെ നരേന്ദ്രമോദി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിതീഷ് കുമാർ കൂർമി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാൾ, യാദവന്മാരെക്കാളിലും. ലാലു പ്രസാദിൻ്റെ അവരുടെ പാർട്ടിയായിട്ടാണല്ലോ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ആ വിഭാഗം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, സാമ്പത്തികമായിട്ട് ഇപ്പോൾ മുന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്.
യാദവ വോട്ടുകൾ പിടിച്ചാണ് അവർ ജയിക്കുന്നത്. ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഒക്കെ. അതുപോലെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും അങ്ങനെ. യാദവർ എന്ന് പറയുന്നവർ എത്ര പിന്നോക്കമല്ല, സമ്പന്നരായിട്ടുള്ളൊരു വിഭാഗമാണ്. അതിന് താഴെയുള്ള മഞ്ചി എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുണ്ടല്ലോ, യശോദർ മഞ്ജു എന്നൊക്കെ പറയുന്ന ആൾ, വഴിയില്ലാഞ്ഞിട്ട് ഒരു മല ഉളിയും ചുറ്റി ഉപയോഗിച്ച് വഴി തീർത്ത ആൾ, അങ്ങനെ 50 കിലോമീറ്റർ ദൂരം വെറും 5 കിലോമീറ്ററാക്കി മാറ്റിയ മഹാനായ ശില്പി. അദ്ദേഹത്തെ ആദരിച്ചത് BJP ഗവൺമെൻറ്റാണ്. ജാതി സെൻസസ് നടപ്പാക്കിയത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്, അല്ല ജവഹർലാൽ നെഹ്റു അല്ല, ഇന്ദിരാഗാന്ധി അല്ല, രാജീവ് ഗാന്ധി അല്ല, സോണിയാഗാന്ധിയുമല്ല. നടപ്പാക്കിയത് BJP. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുകയാണ്. എന്തൊരു വൃത്തികെട്ട ജാതി രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ബീഹാറിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ നടക്കുന്നതാണ് ജാതി സെൻസസ്. അതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ട. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ജാതിക്കളി കളിച്ച് ഒരു ചെറിയ വിജയം നേടാൻ ഉത്തർപ്രദേശിലെങ്കിലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അടപ്പൂരി കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ജാതി സെൻസസ് ചാങ്കൂറ്റത്തോടു കൂടി നടപ്പാക്കുകയാണ്. ഇതറിയുമ്പോൾ യാദവന്മാർ നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാവരും അറിയാം. യാദവ രാഷ്ട്രീയത്തിൻ്റെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. ഏറ്റവും പിന്നാക്കക്കാരിലുള്ള മഞ്ചി വിഭാഗത്തിൽ, കൂർമി വിഭാഗത്തിലൊക്കെ പെട്ട ഒരു സംവരണത്തിൻ്റെ ആനുകൂല്യം ഇന്ന് വരെ അനുഭവിക്കാൻ യോഗമില്ലാതെ പോയ ജാതികൾ, ഗ്രാമങ്ങളിൽ പട്ടിണിയിൽ കിടക്കുന്ന ആൾക്കാർ, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാർ, അതിൻ്റെയൊക്കെ ചരിത്രം, രാഷ്ട്രീയ ഭൂപടത്തിന് പുറത്തു നിൽക്കുന്ന ആൾക്കാർ, അതിൻ്റെയൊക്കെ ചരിത്രവും അറിവും നമുക്ക് കിട്ടുകയാണ്. ഇത് വെച്ച് യാദവ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുടെ ചെകിട്ടത്തേറ്റ അടിയാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. കണക്കുകൾ പുറത്തു വരും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമല്ലേ, ഈ ഒരു കാലത്ത് ദളിത് മുഖമായിരുന്ന രാംവിലാസ് പാസ്വാന്റെ എല്ലാം പാർട്ടി ഇപ്പോൾ ഉള്ളത് NDA മുന്നണിയിലാണ്, ബീഹാറിൽ മത്സരിക്കുകയാണ്. അതെ, ആ പിന്നാക്ക പാസ്വാൻമാരെന്ന് പറയുന്ന യാദവന്മാരെക്കാൾ എത്രയോ താഴെയാണ്. നിതീഷ് കുമാർ എന്ന് പറയുന്ന എത്രയോ താഴെയുള്ള ജാതികളാണ്. അവരെയെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ, ഒരൊറ്റ മുന്നണിയിൽ അണിനിർത്തിയിരിക്കുകയാണ്. ഇനിയും പറയാൻ ഞാൻ, ഹോസ്റ്റലിൽ പോയിട്ട് വെല്ലും വിളിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഈ യുദ്ധകാല സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ജാഗരൂകമായ സാഹചര്യത്തിൽ അവിടെ പോയിട്ട് ചിരിച്ചും കൊണ്ടും വിളിച്ചും കൊണ്ടും ഹോസ്റ്റലിൽ പോയിട്ട് പ്രസംഗിക്കാൻ പോകുന്ന തിരഞ്ഞെടുത്ത സമയമുണ്ടല്ലോ, അത് അനവസരത്തിലുള്ളതാണ്. പ്രക്ഷോഭം നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലവും സമയവും ഒക്കെ. അവിടെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു പടമുണ്ട്. ആരുടെയാണെന്നറിയോ? BR അംബേദ്കർ. നാണമില്ലേ രാഹുൽ ഗാന്ധിക്ക് ഫോട്ടോ എടുത്തു വയ്ക്കാൻ? ഈ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പറഞ്ഞത് എന്താണ്? ഇന്ത്യ നീഡ്സ് എ സ്ട്രോങ് യൂണിയൻ. ദേശസ്നേഹമുള്ള BR അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ്. ഭരണഘടനാ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ്. ഇന്ത്യ നീഡ്സ് എ സ്ട്രോങ് യൂണിയൻ. ആ പടവും കൈ വെച്ചുകൊണ്ട് ഇന്ത്യയോട്, വിദേശ സർവകലാശാലകളോട് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശവിരോധി പറയുന്നത് എന്താണ്? ഇന്ത്യ ഈസ് നോട്ട് എ നേഷൻ, ഇറ്റ് ഈസ് എ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ ഡയലോഗ്സാണ്, രാഷ്ട്രമല്ല. അരാജകത്വത്തിൻ്റെ ശബ്ദമാണ് അദ്ദേഹം ഊതിയത്. എന്നിട്ട് പിന്നെ നാണമില്ലാതെ അംബേദ്കർ പറഞ്ഞതിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള വാദങ്ങളുമായിട്ട് നടക്കുകയാണ്. നിങ്ങൾ ഈ 60 വർഷം ഭരിച്ചല്ലോ, 60, 65, 70 വർഷം ഭരിച്ചല്ലോ. നിങ്ങൾ ഈ പിന്നാക്ക ജാതിക്കാർക്ക് വേണ്ടി എന്ത് കുന്തമാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്? ഈ 60 വർഷം ഭരിച്ചിട്ട് എന്ത് പുരോഗതിയാണ് അവർക്ക് വന്നിട്ടുള്ളത്? നിങ്ങളൊരു കുന്തവും ചെയ്തിട്ടില്ല. നോക്കൂ, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റാണ് ഏകലവ്യ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് അവരെ വിദ്യാഭ്യാസത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്പുകളിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. സ്വാതന്ത്ര്യം, ലൈസൻസ് രാജ് മാറ്റിക്കൊണ്ട് ഇന്ത്യയിലെ ഏത് ദളിതനും മുന്നോട്ട് വന്നുകൊണ്ട് ഈ രാജ്യത്തിന് മറ്റൊരു അദാനിയായിട്ട് മാറാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. കൊച്ചുവിലങ്ങുകളില്ലാതെ, യാതൊരു ജാതിച്ചങ്ങലയുമില്ലാതെ വളർന്നുയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മയൂരഗഞ്ചിലെ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് നിയമിച്ചതാരാണ്? BJP ആണ്. കോൺഗ്രസിന് എന്തേ അത് തോന്നിയില്ല? അപ്പം നിങ്ങൾ വിമാത വാചകമടി, കപട വാചകമടി, ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അല്ല, ഇത് BJPയുടെ അജണ്ടയാണോ? ആ അജണ്ടയാണ് നടപ്പാക്കാൻ പോകുന്നത്. ഇത് കോൺഗ്രസിന് ഭാരിച്ച നഷ്ടമായിട്ട് മാറും. യാദവ രാഷ്ട്രീയത്തിൻ്റെ നട്ടല്ലൊടിക്കും. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. പാവപ്പെട്ട അതിദരിദ്രരായിട്ടുള്ള ഗ്രാമീണ സമൂഹങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ജാതി സെൻസസിലൂടെ മുന്നോട്ട് വരുന്നത്. അത് നരേന്ദ്രമോദിക്കും BJPക്കുമുള്ള ക്രെഡിറ്റാണ്, ഒരു കോൺഗ്രസ്സുകാരന് ക്രെഡിറ്റ് അല്ല.
ജാതി രാഷ്ട്രീയം കൊണ്ട് ഇന്ത്യയെ ശരിക്കും ദുർബലമാക്കിക്കൊണ്ടോ ജാതിയിൽപ്പെട്ട പിന്നാക്ക ജാതിയിൽപ്പെട്ട തീരെ ദരിദ്ര ജാതികളിൽപ്പെട്ട ആൾക്കാരെ ഉയർത്താൻ വേണ്ടി ഒരു കുന്തവും ചെയ്യാതെ ഇന്ത്യയെ ജാതി രാഷ്ട്രീയത്തിൻ്റെ അടിമകളിലാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് യാതൊരു സംവരണവും നൽകാതെ കൊണ്ട് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകാതെ അവരെ ചതിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അതിൽ നിന്നുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ അതാണിപ്പോൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് BJP ഗവൺമെൻറ്.